ഡോക്ടർ, കുട്ടികളും കൗമാരക്കാരിലും കുറ്റവാസന വർദ്ധിച്ചു വരുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്? കുട്ടികളിലും കൗമാരക്കാരിലും അതുപോലെ ചെറുപ്പക്കാരിലും യൂത്തിലും കുറ്റവാസന വർദ്ധിച്ചു വരുന്നതിന് ബഹുമുഖമായ കാരണങ്ങളാണ് ഉള്ളത്. അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന്റെ പല കാരണങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് സാമൂഹ്യ പശ്ചാത്തലത്തിലുണ്ടായ മാറ്റങ്ങളടക്കം നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് പരിശോധിക്കേണ്ടി വരും. ഒരു 3-4 ദശകങ്ങളുടെ ഒരു മാറ്റം സമൂഹത്തിൽ വന്നത് നമ്മൾ പ്രത്യേകിച്ച് ആഗോളവൽക്കരണം, ഉത്തരാഗോളീകരണ കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ട മത്സരാധിഷ്ഠിതമായ അന്തരീക്ഷം. ആ മത്സരാധിഷ്ഠിതമായ അന്തരീക്ഷത്തിൽ പിന്നെ ടെക്നോളജിയുടെ വികാസം, അതുപോലെ ടെക്നോളജിയുടെ വളരെ കൂടുതലായിട്ടുള്ള ഉപയോഗം, അതുപോലെ കുട്ടികളെ സംബന്ധിച്ച് കൂടുതൽ ആ ടെക്നോളജിയും അതുപോലെ മൊബൈൽ ഫോൺ ടാബൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള പശ്ചാത്തലം, അതുപോലെ മദ്യം മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ വലിയ തോതിലുള്ള ഉപഭോഗം കുട്ടികളിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതുപോലെ കുട്ടികളിലെ പേരന്റിങ്ങിൽ വന്നിട്ടുള്ള മാറ്റം, കുടുംബതലത്തിൽ പേരന്റിങ്ങിൽ വന്നിട്ടുള്ള മാറ്റം, സമൂഹത്തില് വയലൻസ്, അതുപോലെ സിനിമകളിലും സീരിയലുകളിലും ഒക്കെ വയലൻസ് വർദ്ധിച്ചു വരുന്നതിനുള്ള മാറ്റങ്ങൾ, അതുപോലെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അന്ധവിശ്വാസം, അതുപോലെ ശത്രു സംഹാര പൂജകള്, ഇങ്ങനെ ശരിക്കും ബഹുമുഖമായിട്ടുള്ള പല കാരണങ്ങളാണ് നമുക്ക് കുട്ടികളിലും കൗമാരക്കാരിലും അതുപോലെ തന്നെ യൂത്തിലും അക്രമവാസന വർദ്ധിച്ചു വരുന്നതിനുള്ള അക്രമവാസനയും വർദ്ധിച്ചു വരുന്നതിനുള്ള കാരണങ്ങളുണ്ട്. ഇത് സംബന്ധിച്ച് ഞങ്ങൾ ഒരു 10 കൊല്ലത്തിന് മുമ്പ് ഒരു പഠനം നടത്തുകയുണ്ടായി സേറ്റ് ആശുപത്രിയിൽ ബിഹേവിയർ പീഡിയാട്രിക്സിൽ. 300 കുട്ടികളെ, കോണ്ടാക്ട് ഡിസോർഡറുള്ള 300 കുട്ടികളെ എടുത്തിട്ട് ഞങ്ങൾ അവരിൽ ഒരു വർഷം നീളുന്ന നിരീക്ഷണവും അതുപോലെ ഇടപെടലും മാസം തോറുമുള്ള സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷനും ഒക്കെ നൽകിയാണ്. അങ്ങനെയുള്ള കുട്ടികളെ പരിശോധിച്ച് നോക്കിയപ്പോൾ അവരുടെ ഒരു കുടുംബ പശ്ചാത്തലം നമ്മൾ കണക്ക് പ്രത്യേകം എടുത്ത് നോക്കിയപ്പോൾ അതിൽ പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ സാധിച്ചു. ഒന്ന്, കുടുംബത്തിലെ മദ്യപാനം, പ്രത്യേകിച്ച് അച്ഛന്റെ മദ്യപാനം, ഗാർഹിക ലഹള, ഗാർഹിക പീഡനം, അതുപോലെ കുട്ടികൾ കുടുംബ പശ്ചാത്തലത്തില് മാനസിക രോഗത്തിന്റെ സാഹചര്യമുള്ള കുടുംബാന്തരീക്ഷം, അങ്ങനെ സിംഗിൾ പേരന്റ് ഫാമിലി, ഇത്തരത്തിൽ പല കാരണങ്ങളും നമുക്ക് കുടുംബ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 2 ദശകങ്ങളായിട്ട് കുട്ടികളുടെ കുറ്റവാസനയിൽ വർധനവ് വരുന്നുണ്ട്. നമ്മൾ ആശുപത്രിയിൽ വരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ നമുക്ക് ആ വർധനവ്, നമുക്ക് പല രീതിയിലുള്ള വർധനവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ലക്ഷണങ്ങളിലുള്ള മാറ്റങ്ങൾ എല്ലാം തന്നെ വൈകൃതമുള്ള കുട്ടികളുടെ കണക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുട്ടികളുടെ എണ്ണം ക്രമമായി ക്ലിനിക്സിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മുടെ ക്ലിനിക്കൽ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്.